Hello friends, welcome back to Technique. In നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ് ഐടെലിന്റെ. അപ്പോൾ നമ്മൾ ഐടെലിന്റെ പി സീരീസിനെ കുറിച്ച് പറയുകയുണ്ടായി. പി സീരീസ് ആണ് പവർ സീരീസ് ആണ്. അപ്പോൾ പവർ സീരീസ് ആണ് ബാറ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സീരീസ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ രണ്ട് ഡിവൈസ് അൺബോക്സ് ചെയ്തായിരുന്നു. P55Tയും P55 പ്ലസും രണ്ട് ഡിവൈസ് അൺബോക്സ് ചെയ്തായിരുന്നു. ഇതിന്റെ ബേസ് വേരിയന്റ് ആണ് P55. ഐടെൽ P55 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സ്പെക്സ് ഒക്കെ ഏറെക്കുറെ സെയിം ആണ്. പക്ഷേ ഇതിന്റെ വില 6999 രൂപയാണ്, ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ്. 4GB റാമും 120GB സ്റ്റോറേജും ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താ വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ അപ് ടു 24GB വരെ നമുക്ക് വെർച്വൽ റാം എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായി പറയാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് കാണാം P55 എഴുതിയതാണ്. 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറ പഞ്ച് ഹോൾ ഡിസ്പ്ലേ. അതുണ്ട് ഡിസൈൻ കണ്ടില്ലേ, ക്യാമറേൻ്റെ ഡിസൈനും പിന്നെ LED ഫ്ലാഷും. അപ് ടു 24GB വരെ റാം എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. 120GB റോം ഉണ്ട്. പിന്നെ ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. പഞ്ച് ഹോളാണ്. അപ്പോൾ 6999 രൂപയ്ക്ക് നല്ല ഒരു പ്രൈസിംഗ് ആണെന്ന് പറയാം. 90Hz HD+ പഞ്ച് ഹോൾ ഡിസ്പ്ലേ, പിന്നെ 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറ, 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 5000 mAh ബാറ്ററി, 18W ചാർജിങ്ങും, യൂണിസോക് T606 പ്രോസസ്സറാണ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. 4 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. ഗ്ലിറ്റർ പേർപ്പിൾ, ബ്ലൂ, ഗോൾഡ്, മൂൺലൈറ്റ് ബ്ലാക്ക്. പിന്നെ 1200+ സർവീസ് സെൻറ്റേഴ്സ് കൊണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ ഐടെൽ P55. അപ്പോൾ ബ്ലൂ കളർ കണ്ടില്ലേ, നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ബ്ലൂ കളറാണ് ഡെഫിനറ്റ്ലി പറയാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് വരും നമുക്ക് നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് വാറൻറ്റി ആൻഡ് യൂസർ മാനുവലാണ്. പിന്നെ ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് ഇല്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ്. അതേപോലെ തന്നെ നമുക്കൊരു 18W അഡാപ്റ്ററാണ്. ഇതിൻ്റെ 18W അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. പിന്നെ സിം ഇജക്ടറും കാണാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഐടെൽ P55. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് സെഗ്മെൻറ്റ് 7000 രൂപയുടെ പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ബെസൽസ് കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റ് ഡിവൈസ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ബെസൽസ് ആണ്. 3 സൈഡും ഈക്വലാണ്, താഴെ കുറച്ചധികമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് സിം ട്രേഡ് വരുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും വോളിയം റോക്കർ കീസുമാണ്. ഇത് തന്നെയാണ് പവർ ബട്ടൺ വരുന്നത്. മുകളിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് നമുക്ക് ഒരു USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ക്യാമറ യൂണിറ്റും LED ഫ്ലാഷ് കാണാം. ഇവിടെ 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറ, ഡിസൈൻ ബൈ ഐടെൽ പവർ എന്ന് എഴുതിയത് കാണാം. അപ്പോൾ ഇതാണ് മാറ്റ് ഫിനിഷാണ്, നല്ലൊരു മാറ്റ് ഫിനിഷാണ്. ഇതല്ലേ, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം. ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിൽ പോലും നല്ല ലുക്സ് ഒക്കെ ഉള്ള ഒരു ഡിവൈസ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ഇനി ഡിസ്പ്ലേ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് സെറ്റിംഗ്സിലൊന്ന് പോകാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 90Hz പോകാം. അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തർ ഡിസ്പ്ലേ ആവും. പിന്നെ ബ്രൈറ്റ്നസ് ലെവൽസ് ഒന്ന് കൂട്ടിയേക്കാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി. എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. കണ്ടില്ലേ, 90Hz ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ പഞ്ച് ഹോൾ ഉണ്ട്. ഇപ്പോഴും പല ഡിവൈസസിലും വാട്ടർ ഡ്രോപ്പ് ഒക്കെയാണ് 10000 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല. 7000 രൂപയ്ക്ക് നിങ്ങൾക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും 90Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഐടെലിൻ്റെ കസ്റ്റം UI ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് Android 14 Go എഡിഷൻ P55T ഉണ്ടായിരുന്നെങ്കിലും ഇതിൽ Android 13 മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ കാണാം P55 Android 13. പിന്നെ യൂണിസോക് T606 ഒക്ടോ പ്രോസറാണ്, 8 മെഗാപിക്സൽ ക്യാമറ, പിന്നെ 8GB റാമാണ്. അത് എക്സ്പാൻഡബിൾ ആണ്, 8+8 വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, 120GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് UI എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, കണ്ടില്ലേ, വാൾപേപ്പേഴ്സ്, അങ്ങനത്തെ ഡെസ്ക്ടോപ്പ് കസ്റ്റമൈസേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ അഡീഷണൽ ഓപ്ഷൻസ് പറഞ്ഞാൽ സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലേ, മെമ്മറി ഫ്യൂഷൻ, സ്മാർട്ട് പാനൽ, സോഷ്യൽ ടർബോ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ആപ്പ്, ഡൈനാമിക് ബാർ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത്
എന്താ പറയുക, ബ്ലോട്ട് വേസിൻ്റെ സീനാണെങ്കിൽ കുറച്ചധികം ബ്ലോട്ട് വേസ് ഉണ്ട് ആക്ച്വലി. കുറേ ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആകുമ്പോൾ ചില കോംപ്രമൈസസ് ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും പ്രോബ്ലി ഒരു കോംപ്രമൈസ് പറയാവുന്നത്. എന്നാലും റിലേറ്റീവ്ലി കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാനില്ല. നല്ല റെസ്പോൺസീവ് ആണ്. പിന്നെ യൂണിസോക്കിൻ്റെ T606 നമുക്ക് അറിയാവുന്ന ഒരു ചിപ്പാണ്, ഒരുപാട് ഡിവൈസസിൽ വന്നിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ചിപ്പ് എന്നുള്ളതിലേക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചിപ്പാണ്. കാരണം നമ്മൾ എൻട്രി ഫോൺസിൽ നമ്മൾ ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഹെവി ടാസ്കൊന്നും ഒബ്വിയസ്ലി ചെയ്യില്ലല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ T606 കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണ്. പിന്നെ 4GB 8GB ആണ് വരുന്നത്. പിന്നെ എക്സ്പാൻഡും ചെയ്യാവുന്നതാണ് വെർച്വൽ റാം വഴി. അപ്പോൾ 8GB എടുത്താലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ഡ്യുവൽ സിം കാർഡും, ഇത് 4G ഡിവൈസാണ് കേട്ടോ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമാണ് വരുന്നത്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇവിടെ AI ക്യാമറയാണ്, 50 MP ഡ്യുവൽ AI ക്യാമറയാണ് വരുന്നത്. അപ്പോൾ 50 MP ഒരു സ്റ്റാൻഡേർഡ് ക്യാമറ റെസൊല്യൂഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഫോണിലും 50 MP ആണ് വരുന്നത്. പിന്നെ 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇനി ക്യാമറ UI എടുത്താലും നമുക്ക് ഇവിടെ എന്നല്ലേ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ 1080p ആണ് മാക്സിമം സപ്പോർട്ടഡ്. പിന്നെ ഫോട്ടോ മോഡ്, ബ്യൂട്ടി, പോർട്രേറ്റ്, സൂപ്പർ നൈറ്റ് മോഡ്, പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്യാമറ UI എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം itel P55 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 50 MP ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18W ചാർജിങ് ആണ്. അതെനിക്കൊന്ന് സ്റ്റാൻഡേർഡാണ്, കുഴപ്പമില്ലാത്ത ഒരു 7000 രൂപയ്ക്ക് 18W ചാർജിങ് എന്നുള്ള കുഴപ്പമില്ല. 5000 mAh കപ്പാസിറ്റി ബാറ്ററി അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന ഒരു ബാറ്ററിയാണ്. ഒരു 1-1.25 ദിവസമൊക്കെ ഈസിലി നമുക്ക് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ബാറ്ററീൻ്റെ കാര്യത്തിലും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ 18W ചാർജിങ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഒബ്വിയസ്ലി. പക്ഷേ നമ്മൾ രാത്രിയൊക്കെ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴേക്കും നമുക്ക് ഫുൾ ചാർജായിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ itel P55 ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു itel P55ൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഡിവൈസിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 7499 രൂപയാണ് ഇതിൻ്റെ ആക്ച്വൽ വില. പക്ഷേ കാർഡ് ഓഫറോടെ നിങ്ങൾക്ക് 6999 രൂപയ്ക്ക് 4GB റാമുള്ള വേരിയൻറ്റ് നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. പിന്നെ ഇത് 8GB റാമും വരുന്നുണ്ട്. രണ്ട് വേരിയൻറ്റിലും 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. രണ്ടിലും തന്നെ വെർച്വൽ റാം വഴി നമുക്ക് എക്സ്പാൻഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു itel P55ൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഇത് ഈ ഡിവൈസിനെ കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.